والرفع والنسب جعل إعرابا لاسم مفعول نحولا أهابا والرفع رفിനെയും النسب നസ്ബിനെയും ഇജാലനിയാക്ക് മോനെ ഇറാബ ഇറാബാക്ക് ആർക്കുള്ള ഇറാബ് ലിസ്മിൻ ഇസ്മിനുക്കുള്ള ഇറാബ് വഫീലിൻ ഫീലിനുക്കുമുള്ള ഇറാബ്. അപ്പൊ ഇസ്മിലും ഫീലിനുക്കും ആര് വരും? നസ്ബും റഫും ഇറാബായിട്ട് കടന്നു വരും. നഹ്വു ലൻ അഹാബ, ലൻ അഹാബയില് ഫീലിനിക്ക് നസ്ബ് വന്ന ഉദാഹരണം പറഞ്ഞു. അതിൽ ഇസ്മിനിക്ക് നസ്ബ് വന്ന ഉദാഹരണം അവിടെ പറഞ്ഞിട്ടില്ല. ഫീലിനിക്ക് വന്ന ഉദാഹരണം പറഞ്ഞു. ഇനി അടുത്ത ബൈറ്റിൽ പറയാൻ പോണത് ഇസ്മില് ജറുണ്ടാകും, ഫെയിലിൽ ജറുണ്ടാവില്ല. ഫെയിലിൽ ജസ്മ ഉണ്ടാകും, ഇസ്മിൽ എന്തുണ്ടാവില്ല? ജസ്മ ഉണ്ടാവില്ല. അപ്പോൾ ഇസ്മ ജറു കൊണ്ട് മുഖ്തസും ഫീല് ജസ്മ ഫീല് കൊണ്ട് മുഖ്തസാണ്. എന്നാൽ റഫുൻ നസ്ബും രണ്ടിലും ഉണ്ടാകും. റഫുൻ നസ്ബ് രണ്ടിലും ഉണ്ടാകും. അതാണ് ഫീലിനുക്കും ഇസ്മിനുക്കും മോനെ നീ എന്താക്കിക്കോ ഇറാബായിട്ട് റഫിനെയും നസ്ബിനെയും കൊണ്ടുവന്നതാ. എന്നാൽ ജറുദാരിൽ മാത്രമേ ഉള്ളൂ, പിന്നെ ഇസ്മിൽ മാത്രമേ ഉള്ളൂ. ഒരൊറ്റ ഫീലിലും ജെറ് കയറി വന്നിട്ട് കസറ് ചെയ്യണ ഒരു അവസ്ഥ ഒറ്റ ഫീലിലും ഇല്ല. ലൻ യഫ്അല, ലൻ യഫ്അലു, ലം യഫ്അൽ, യഫ്അലു, ലൻ യഫ്അല, ലം യഫ്അൽ, ഈ ഒരു 3 രൂപേ ഉള്ളൂ. പിന്നെ മാലി മബിനിയാന്ന് പറഞ്ഞു, അമ്രും മബിനിയ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. എവിടെയാണ് പറഞ്ഞത്? നമ്മൾ പറഞ്ഞത് ഫീലു അംരിൻ വമുളിയും ബൂനിയ വഅറബു മുളാരിയൻ ഇൻ ആരിയ. മാലിയായ ഫീലും അമ്ർ ഫീലും ഒക്കെ മബിനിയാണെന്ന് പറഞ്ഞു. ആ പറഞ്ഞ കൂട്ടത്തിൽ അപ്പം പിന്നെ അബിനിയാകുമ്പോൾ പിന്നെ ഇറാബിൻ്റെ ചർച്ച അവിടെ ഉണ്ടാവില്ല. അപ്പം ഇറാബിൻ്റെ ചർച്ചയുള്ള സ്ഥലങ്ങൾ ചർച്ച ചെയ്ത കൂട്ടത്തിൽ പറയാണ് ഇസ്മില് ഇറാബായിട്ട് ജറ് പ്രത്യേകമാണ്, ഫീലില് ഇറാബായിട്ട് ജസ്മ പ്രത്യേകമാണ്. അപ്പോൾ റഫു നസ്ബ് രണ്ടിലും വരും. അപ്പോൾ ജാ സൈദുൻ എന്ന് പറയും, റഅയ്തു സൈദൻ എന്ന് സൈദിനിക്ക് റഫ് കൊടുത്തുകൊണ്ടും സൈദിനിക്ക് നസ്ബ് കൊടുത്തുകൊണ്ടും പറയും. സെയ്ദ് എന്നുള്ള പ്രയോഗമില്ല, സെയ്ദ് എന്ന് സുക്കൂൻ ചെയ്തുകൊണ്ട് ജസ്മ ചെയ്തുകൊണ്ടില്ല. പിന്നെ നമ്മളെ നാട്ടിലൊക്കെ നമ്മൾ അക്ഫ് ചെയ്യണതോ ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരികയാണ് മുഹമ്മദ് എന്ന് പറയുന്നുണ്ട്. സല്ലല്ലാഹു അലൈഹി മുഹമ്മദുൻ എന്നല്ല, മുഹമ്മദ് എന്ന് പറയലുണ്ട്. അള്ളാഹ് എപ്പോഴും നമ്മൾ അള്ളാഹു, അള്ളാഹ, അള്ളാഹി എപ്പോഴും അങ്ങനെയല്ലേ പറയല്. അള്ളാഹ് കാണും, അള്ളാഹ് അങ്ങനെ പറയലുണ്ടല്ലോ. അപ്പൊ പിന്നെ അതെന്താ? അത് പിന്നെ ജസ്മല്ല, നേരെ മറിച്ച് അത് വഖഫ് ചെയ്യാണ്. സുക്കൂന് കൊണ്ട് വഖഫ് ചെയ്യുക. സുക്കൂന് കൊണ്ട് വഖഫ് ചെയ്യുന്ന സമയത്ത് അത് പിന്നെ ഖുർആനിൽ ഇഷ്ടം പോലെ ഇടങ്ങളുണ്ടല്ലോ. യാസീൻ വൽ ഖുർആനിൽ ഹകീം ഉണ്ടോ? ഹകീം, ഹക്കീമി എന്നാണ്ടത്. പിന്നെ ഇന്നക ലമിനൽ മുർസലീൻ, ആ മുർസലീന എന്നുള്ളത് പക്ഷെ നമ്മൾ വഖഫ് ചെയ്തപ്പോൾ മുർസലീൻ അങ്ങനെ കൊടുത്തു. അപ്പോൾ ഫിഇലായാലും ഇസ്മായാലും ഒക്കെ വഖഫ് ചെയ്യും. വഖഫ് എന്തുകൊണ്ട് വഖഫ് ചെയ്യും? സുക്കൂന് കൊണ്ട് വഖഫ് ചെയ്യും. അതല്ലാതെ അതെന്തല്ല, ജസ്മ് അല്ല. ജസ്മ് സുക്കൂന് കൊണ്ട് മാത്രമല്ല, ജസ്മ് ഇനി വരും ആഖിർ കളയൽ കൊണ്ട് ജസ്മ് വരുന്ന രൂപങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? വരുന്നുണ്ട്. അപ്പോൾ ജസ്മ് എന്ന് പറഞ്ഞാൽ അതൊരവസ്ഥയാണ്, മാറ്റം സ്വീകരിക്കുന്ന ഒരവസ്ഥ. നസ്ബാക്കപ്പെടുക എന്ന് പറഞ്ഞാലും മാറ്റം സ്വീകരിക്കുന്ന അവസ്ഥ. അതിൻ്റെ അടയാളങ്ങൾ കൊടുക്കും. അധികവും ഫത്ഹാണ് വരിക. റഫ് എന്നുള്ളത് അതൊരു മാറ്റം സ്വീകരിച്ചൊരവസ്ഥയാണ്, അതിലധികവും ലമ്മാണ് വരിക. ചിലപ്പോൾ വ്യത്യസ്തമായ ഇസ്മുകളിൽ വാവ് കൊണ്ട് റഫ് വരുന്നുണ്ട്, അലിഫ് കൊണ്ട് റഫ് വരുന്നുണ്ട്. അലിഫിനെ വാവിനെ നിലനിർത്തൽ കൊണ്ട് റഫ് വരുന്നു. ഇങ്ങനെ ഒരു ചർച്ച അവിടെ വരുന്നുണ്ട്. അപ്പോൾ വൽ ഇസ്മു ഖദ് ഖുസ്സീസ ബിൽ ജദ്ദി കമാ, ഇസ്മ ആകുന്നത് ഖദ് ഖുസ്സീസ ബിൽ ജദ്ദി അത് ജറ് കൊണ്ട് മുഖ്തസാക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഇസ്മിൽ മാത്രമേ എന്തുണ്ടാകത്തുള്ളൂ? ജറ് ഉണ്ടാകത്തുള്ളൂ. ഇതുവരെ ഖദ് ഖുസ്സിസൽ കമാ ഖദ് ഖുസ്സിസൽ ഫിഅലു, ഫിഅല് ഖാസാക്കപ്പെട്ടതുപോലെ. എന്തുകൊണ്ട്? ബി അൻ ജസിമ, ജസ്മ സിദ്ധിക്കൽ കൊണ്ട്. അപ്പോൾ ഫിഅലിനിക്ക് ജസ്മ കിട്ടും, അതുപോലെ ഇസ്മിനിക്കും എന്ത് കിട്ടും?
ജറ് കിട്ടും. അപ്പോൾ ഇസ്മു ഖദ് ഖുസ്വിസ ബിൽ ജദി കമാ ഖദ് ഖുസ്വിസൽ ഫിഅലു ബി അയ്യൻ ജസിമാ. ഫിഇലിനക്ക് ജസ്മ സിദ്ധിക്കൽ കൊണ്ട് പ്രത്യേകമായതുപോലെ ഇസ്മിന് ജറ് കൊണ്ട് പ്രത്യേകമാണ്. ഓക്കെ, അതവിടെ കഴിഞ്ഞു. ഇതൊക്കെ നമ്മൾ അവാമിലൊക്കെ ഇങ്ങനെ പഠിച്ച സമയത്ത് അങ്ങനെ വന്നുപോയ വിഷയങ്ങളാണിത്. ഫീലിന് ഇസ്മ ചെയ്യപ്പെട്ട ഒരു ഉദാഹരണം. ഇസ്മിനിക്ക് ജറ് കൊടുത്തു ഉദാഹരണോ? അല്ല, ഫീലിനക്ക് ജസ്മ ചെയ്യപ്പെട്ട ഒരു ഉദാഹരണം. നഹ്വ് ലം യഖും, അവൻ നിന്നിട്ടില്ല. ലം യഖുൻ, അവൻ നിന്നിട്ടില്ല. അതാണ് ഫലാ യുജ്സമുൽ ഇസ്മു, ഇസ്മു ജസ്മ ചെയ്യപ്പെടൂല. ലിംതിനാ ദുഖൂലി ആമിലിഹി അലൈഹി, ജസ്മിന്റെ ആമിൽ ഇസ്മിന്റെ മേല് പ്രവേശിക്കൽ വിലങ്ങലായതുകൊണ്ട് ഇസ്മിനിക്ക് എന്ത് കൊടുക്കൂല, ജസ്മ സിദ്ധിക്കൂല. ഇനിയിപ്പോ ഫീലിനക്ക് ജറ് ചെയ്ത രൂപമാണ് ലാ തഗ്ളബ്, ലാ തഫഅല്, ലാ തൻസുർ. അതൊക്കെ നെഹിന്റെ ലാ വന്നപ്പോൾ ജസ്മ ചെയ്തു. ജസ്മ ചെയ്യുന്ന സാധനങ്ങൾ ഇൻ, ലം, ലമ്മ, വലാമുൽ അംർ, വലാ ലിന്നഹി. നെഹിയുടെ ലായും അമ്രിന്റെ ലാമും ഇന്നും ലമ്മുമൊക്കെ ഇസ്മിന് ഫീലിനൊക്കെ ജറു ചെയ്യും. ഫീല് എന്ന് പറഞ്ഞാൽ ഏത് ഫീലാണ്? പിന്നെ മുഅറബായ ഫീല് ആര് മാത്രമേ ഉള്ളൂ? മുളാരി മാത്രമേ ഉള്ളൂ. മാലി മബിനിയ നമ്മൾ പറഞ്ഞു, അമ്രു മബിനിയ എന്ന് പറഞ്ഞു. ഇനി പിന്നെ ഫീലുകൾ മാലി മബിനിയ ആയതുകൊണ്ട് ഇനി മാലിനെ ചർച്ചയല്ല. മാലി മബിനിയ ആയതുകൊണ്ട് ഞാൻ അതിൻ്റെ ചർച്ച ഇവിടെ വരില്ല. പിന്നെ അപ്പോൾ അതുകൊണ്ട് ഫീല് അവിടെ ഇതായിട്ട് വരും. എന്തായിട്ട് വരും? കൈ ഇതാൻ അതുണ്ടല്ലോ, അത് ഇവിടെ വന്നാല് അത് പറഞ്ഞാൽ നസ്ബ് ചെയ്യും. ഇതാ ഇവിടെ വന്നല്ലോ. പിന്നെ നസ്ബിനെയും റഫിനെയും നസ്ബിനെയും ഏറാബായിട്ട് നീ കൂട്ടുമെന്ന് പറഞ്ഞു. എന്തിനൊക്കെയുള്ള ഇസ്മിൻ, ഇസ്മിനിക്കും ഫീലിനുക്കുമുള്ള. നെഹ്വു ലൻ അഹാബ പോലത്തെ നെഹ്വു ലൻ അഹാബ. അപ്പം അവിടെ വന്നത് എന്താ? ലെന്ന് അല്ലൻ കൈതിന. നിങ്ങൾ ജോയിൻ ചെയ്യണതിൻ്റെ മുമ്പ് തോന്നുന്നുണ്ട് ഞാനത് നാസിബിനോട് പറഞ്ഞു. അപ്പം അന്ന് ലെന്ന് കൈ ഇതന്, അന്ന് ലെന്ന് കൈ ഇതൻ ഇവകളാണ് ഇസ്മിൻ്റെ ഫീലിൻ്റെ നാസിബുകൾ. അന്നും ലെന്നും കൈയും ഇതനും ഇവകളാണ് ഫീലിൻ്റെ നാസിബുകൾ. ഓക്കെ. ഓക്കെ സർ. ഇനി ഫർഫൽ ബിളമ്മിൻ മൻസിബന്ന ഫത്ഹൻ വജുർ കസറൻ ദിക്റുല്ലാഹി അബ്ദഹു യസൂർ. ഫർഫ ബിളമ്മിൻ വൻസിബൻ ഫത്ഹൻ വജുർ കസറൻ ദിക്റുല്ലാഹി അബ്ദഹു യസൂർ. ഫർഫനി റഫ് ചെയ്തോ ബിളമ്മിൻ, ലമ്മ് കൊണ്ട്. മൻസിബൻ നസ്ബ് ചെയ്തോ ഫത്ഹൻ, ഫത്ഹ് കൊണ്ട്. വജുറ പിന്നെ ജറ് ചെയ്തോ കസറൻ, കസറ് കൊണ്ട്. അപ്പം എന്തൊക്കെ ഇവിടെ പറഞ്ഞു? റഫ് എന്തുകൊണ്ട്? ഇതിവിടെ അടിസ്ഥാനപരമായ ആമിലുകളെ പറയാണ്. അപ്പോൾ ബേസിക്കായ ആമിലുകൾ ആണ് ഇപ്പം നമ്മളിവിടെ പറയാൻ പോകുന്നത്. ബേസിക്കായ ആമിലുകൾ ഇതാ. റഫിൻ്റെ അടയാളം. ഇപ്പം റഫ് എന്നുള്ളത് ഒരു അവസ്ഥയാണ്. ആ അടയാളത്തിന് റഫ് ഒരടയാളമായപ്പോൾ അതിൻ്റെ അടിസ്ഥാനപരമായ അടയാളം ലമ്മ്. നസ്ബിൻ്റെ അടിസ്ഥാനപരമായ അടയാളം ഫത്ഹ്. പിന്നെ ജസ്മ് അതിൻ്റെ അടിസ്ഥാനപരമായ അടയാളം സുക്കൂന്. റഫ്, നസ്ബ്, ജസ്മ്, റഫ്, ഫത്ഹ്, സുക്കൂന്. ഇതാണ് അടിസ്ഥാനപരമായ അടയാളം വരുന്നത്. ഇനി ഈ അടയാളത്തിൽ നിന്ന് എന്ത് ചെയ്യും? ഇത് മാറ്റം വരും. പിന്നെ ഇനി ജറിൻ്റെ അടയാളം കൂടി ഉണ്ടല്ലേ. ജറിൻ്റെ അടിസ്ഥാന അടയാളം ഏതാണ്? കസർ.
ജറിൻ്റെ അടിസ്ഥാന അടയാളം കസുർ. ഇതാണ് അടിസ്ഥാനം. റഫ്, ലമ്മ്, നസ്ബ്, ഫത്ത്, ജസ്മ്, സുക്കൂൻ. മുൻകാലത്ത് അവാമിലോ അതൊക്കെ ലിസാനിലൊക്കെ നമ്മൾ പഠിച്ച സമയത്ത് നിങ്ങൾക്ക് ഈ പറഞ്ഞു പോയതിലൊക്കെ ഒരു ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ ഇപ്പം തന്നെ ശ്രദ്ധിച്ചാൽ മതി. ഇതിലൊക്കെ ഇനി അതിൽ ബേസിൽ തന്നെ ഇത് പോണത്, അപ്പോൾ പിന്നെ ലമ്മ്, റഫ് ലമ്മ് കൊണ്ട്, നസ്ബ് ഫത്തഹ് കൊണ്ട്, ജസ്മ് സുക്കൂന് കൊണ്ട്, ജറ് കസറ് കൊണ്ട് അങ്ങനെ കൊടുക്കുക. ഇതാണ് അടിസ്ഥാനപരമായ സാധനങ്ങൾ. ഇനി ഇവകൾക്ക് അടിസ്ഥാനത്തിന് മാറ്റം വരും. ഈ അടിസ്ഥാനം എങ്ങനെ ഉപയോഗിച്ചു എന്നുള്ളതും കൊടുക്കുക. അപ്പോൾ ഞാൻ അതിന് ഉദാഹരണം കൂടെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഫർഫ ബില്ലമ്മിൻ, ലമ്മ കൊണ്ട് റഫ് ചെയ്യുമോനെ. മൻസിബൻ, നസ്ബുൻ ചെയ്യും ഫത്തഹൻ, ഫത്തഹ് കൊണ്ട് നസ്ബുൻ ചെയ്തള. വജുറ, ജറും ചെയ്തള. കസറൻ, കസർ കൊണ്ട് എന്തും ചെയ്തള, ജറും ചെയ്തള. അതിന് ഉദാഹരണം ദിക്റുല്ലാഹി അബ്ദഹു യസൂർ. മാഷാ അല്ലാഹ്. എന്താ ഉദാഹരണം? ദിക്റുല്ലാഹി, അല്ലാഹു സ്മരിക്കൽ, അള്ളാഹു സ്മരിക്കൽ, അബ്ദഹു തൻ്റെ അടിമനെ, യസൂർ ആ അടിമനെ സന്തോഷിപ്പിക്കും. അപ്പൊ അള്ളാഹു ഒരു അടിമനെ പിന്നെ ദിക്റ് ചൊല്ലുന്നത്, അള്ളാഹു ഒരു അടിമനെ പരാമർശിക്കുന്നത് യസൂർ ആരെ സന്തോഷിപ്പിക്കും? അടിമനെ സന്തോഷിപ്പിക്കും. അപ്പൊ ഇതുപോലെ ദിക്റുല്ലാഹ്, അള്ളാഹുവിനക്ക് ദിക്റ് ചൊല്ലൽ, അബ്ദഹു തൻ്റെ അടിമയെ, യസൂർ അടിമനെ എന്താക്കും? അള്ളാഹു സന്തോഷിപ്പിക്കും. ഇതിലിപ്പോൾ നമ്മൾ ചർച്ച എന്താ? പിന്നെ ദിക്റുള്ള, അള്ളാഹുവിന് ദിക്റ് ചൊല്ലൽ. അപ്പം അള്ളാഹി എന്നുള്ളത് മുലാഫിൻ ഇലൈഹി ആയി വന്നപ്പോൾ മജറൂറായി. അപ്പം ജറ് വന്നാൽ കസർ കൊടുത്തു. അപ്പം അള്ളാഹി അവിടെ കസർ കൊടുത്തു. അപ്പം ദിക്റുള്ള എന്നുള്ളത് സ്മരിക്കൽ, അള്ളാഹു ഫീലും ഫായിലും ഉണ്ട്, സ്മരിക്കൽ. അപ്പം സംതിങ്, എന്തിനെ? അബദ്, അബദിനെ. അപ്പം അബദ് എന്നുള്ളത് അവിടെ ഒബ്ജക്റ്റായി മൻസൂബായി. അപ്പം നസ്ബിന് നമ്മൾ എന്ത് കൊടുത്തു? ഫത്ത് കൊടുത്തു. നസ്ബിന് നമ്മൾ എന്ത് കൊടുത്തു? ഫത്ത് കൊടുത്തു. അപ്പോൾ കണ്ടോ, ജറ് കസർ കൊണ്ട് സ്വീകരിച്ചു, ലമ്മ് നസ്ബ് ഫത്ത് കൊണ്ട് സ്വീകരിച്ചു. ഇനി ദിക്റുള്ള എന്നുള്ളത് അവിടെ റഫാണ്. അപ്പോൾ ദിക്റു എന്നുള്ളത് മുബത്തദക്ക് റഫ് കൊടുത്തു. റഫ് എന്തുകൊണ്ട്? ലമ്മ കൊണ്ട്. അപ്പോൾ ദിക്റുല്ലാഹി, അള്ളാഹുവിനെ സ്മരിക്കലാകുന്നത്, അബ്ദഹു അള്ളാഹു തൻ്റെ അടിമയെ സ്മരിക്കലാകുന്നത്, യസുഹു ആ അടിമയെ സന്തോഷിപ്പിക്കും. അപ്പം ദിക്റുല്ലാഹി, അള്ളാഹു ദിക്റ് ചൊല്ലൽ, അള്ളാഹു സ്മരിക്കൽ, അബ്ദഹു തൻ്റെ അടിമനെ അള്ളാഹു തആല സ്മരിക്കൽ, യസുഹു ആ അടിമനെ എന്താക്കും? സന്തോഷിപ്പിക്കും. ഒറ്റ ഉദാഹരണത്തിൽ എല്ലാം വന്നു. അത് ബഹുമാനപ്പെട്ട ഇമാം മാലിക് ബിൻ മാലിക് റഹിമഹുള്ളയുടെ അവിടെ അർത്ഥം വെച്ചത് അള്ളാഹു സ്മരിക്കൽ എന്ന്, അള്ളാഹുവിനെ സ്മരിക്കൽ എന്നല്ല. അള്ളാഹുവിനെ സ്മരിക്കും. അള്ളാഹു ഇങ്ങോട്ട് സ്മരിച്ചാൽ എന്ത് ചെയ്യും? അള്ളാഹു ഇങ്ങോട്ട് സ്മരിച്ചാൽ അള്ളാഹു ഇങ്ങോട്ട് സ്മരിക്കും. ഖുർആനിലുണ്ടല്ലോ, ഉദ്കുറൂനി അസ്കുറുക്കും വഷ്കുറൂലി വലാ തക്ഫുറൂൻ. ഉദ്കുറൂനി, നിങ്ങൾ എനിക്ക് ദിക്ർ ചൊല്ലൂ. അങ്ങനെ നിങ്ങൾ എനിക്ക് ദിക്ർ ചൊല്ലിക്കഴിഞ്ഞാൽ അത് കുറുക്കും, ഞാൻ എന്ത് ചെയ്യും? നിങ്ങൾക്ക് ദിക്ർ ചൊല്ലും. വഷ്കുറൂലി, നിങ്ങൾ എനിക്ക് നന്ദി കാണിക്കോളൂ. വലാ തക്ഫുറൂൻ, നിങ്ങൾ എന്നോട് എന്ത് കാണിക്കരുത്? കുഫർ കാണിക്കരുത്. നിങ്ങൾ എന്നോട് എന്ത് കാണിക്കരുത്? കുഫർ കാണിക്കരുത്. അപ്പം ഉണ്ടോ, ഉദ്കുറൂനി അത് കുറുക്കും, നിങ്ങൾ എനിക്ക് ദിക്ർ ചൊല്ലിക്കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യും? ദിക്ർ ചൊല്ലും. അപ്പോൾ അതൊരു വലിയ കിട്ടൽ. അള്ളാഹു ഇങ്ങോട്ട് സ്മരിച്ചു കഴിഞ്ഞാൽ, കാരണം അള്ളാഹ്ക്ക് പിന്നെ ഏത് ഒരു ജനറൽ ആ ഒരു കോൺസെപ്റ്റ് അള്ളാഹു മാനവരാശി സമൂഹത്തോട് കൽപ്പിച്ച ഒന്നുണ്ട്. എന്താണ് അള്ളാഹു തആല മാനവരാശി സമൂഹത്തോട് കൽപ്പിച്ച? നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു നന്മ ഒരാൾ ചെയ്തു കഴിഞ്ഞാൽ എന്തു ചെയ്യുക? നിങ്ങൾ അതിൻ്റെ സമാനമായതുകൊണ്ട് നിങ്ങൾ റിപ്ലൈ കൊടുക്കുക, ഓർ മോർ, അല്ലെങ്കിൽ അതിൻ്റെ മേലുള്ളത് കൊണ്ട് നിങ്ങൾ എന്ത് കൊടുക്കൂ? റിപ്ലൈ കൊടുക്കുമെന്ന് അള്ളാഹു തആല എന്ത് ചെയ്തിട്ടുണ്ട്? പറഞ്ഞിട്ടുണ്ട്. ഹദീസാണ്. വൈദ
ഹുയ്യീത്തും ബിതഹിയ്യത്തിൻ ഹദീസ് തന്നെ അല്ല ഖുർആൻ വൈദാ ഹുയ്യീത്തും ബിതഹിയ്യത്തിൻ ഫഹയ്യു ബിഅഹ്സന മിൻഹാ ഔ റുദ്ദുഹാ നിങ്ങളോട് ഒരു അഭിസംബോധന നടത്തിയാൽ അപ്പോൾ ഫറുദ്ദു ബിഅഹ്സന മിൻഹ ആ അഭിസംബോധനയെക്കാളും ഏറ്റവും ബെസ്റ്റ് ആയതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യൂ അള്ളാഹുവിനോട് അഭിസംബോധന ചെയ്യൂ ഔ റുദ്ദുഹ അല്ലെങ്കിൽ എന്ത് ചെയ്തോളി നിങ്ങൾ അതന്നെ റിപ്ലൈ കൊടുത്തോളി. അപ്പോൾ ഒരാൾ നമ്മളോട് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചെന്ത് പറയണം? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് എന്ത് ചെയ്യണം? പറയണം. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി നമ്മൾ എന്ത് ചെയ്യണം? പറയണം. ഇല്ല ഇനി വറഹ്മത്തുള്ളാഹി പറയണില്ലെങ്കിൽ അസ്സലാമു അലൈക്കും എന്ന് പറയാം. അപ്പോൾ ഒരാൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറഞ്ഞാലോ അപ്പോൾ നമ്മൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് പറയണം. ഇനി അള്ളാഹ് വേറെ സ്ഥലത്ത് പിന്നെ ഒരാൾ എന്നെ ഒറ്റക്ക് ഓർത്താൽ ഞാനും അവനെ ഒറ്റക്ക് ഓർക്കും. അല്ല ഓനെന്നെ ഒരു സംഘത്തിൽ വെച്ച് ഓർത്ത് കഴിഞ്ഞാൽ ആ സംഘത്തെക്കാട്ടിലും ബെസ്റ്റ് സംഘത്തിൽ വെച്ച് എന്ത് ചെയ്യും ഞാൻ അവനെ ഓർക്കുന്നു. കണ്ടോ? നമ്മൾ നോക്കുന്ന നമ്മൾ ചെയ്തൊരു സംഗതി അല്ല അതേപോലെ റിപ്ലൈ തരിക എന്ന് പറഞ്ഞാൽ എത്ര വലുതാണ്. നമ്മൾ ചെയ്ത അതേ ഒരു സംഗതി നമ്മൾ അള്ളാഹിന്റെ ദിക്ർ ചൊല്ലിയപ്പോൾ അള്ളാഹു നമ്മളെങ്ങോട്ട് ദിക്ർ അള്ളാഹു താല ചൊല്ലുക എന്ന് പറഞ്ഞാൽ അള്ളാഹിന്റെ ചൊല്ലുക എന്നുള്ളതിന് നമ്മളെ നാവും മജ്ജയും മാംസവും സൗണ്ടും വോക്കലൊക്കെ ഉപയോഗിച്ചു കൊണ്ടുള്ളതല്ല. അതിന് ഓരോരുത്തർക്ക് ചേർന്ന് ഓരോന്നുണ്ടാവും. അള്ളാഹിന്റെയും മലക്കുകളുടെയും പിന്നെ ഒക്കെ ഒരു സ്വലാത്തിന്റെ ഒരു രൂപങ്ങളുണ്ടല്ലോ. അപ്പോൾ ഓരോരുത്തരിലേക്ക് ചേർന്നിട്ട് ഓരോ രൂപങ്ങൾ എന്ത് ചെയ്യും അത് വരും. അപ്പൊ ഇനി നമ്മൾ ഓർത്തിട്ട് അങ്ങോട്ട് ഓർക്കാന്ന് പറഞ്ഞാൽ അങ്ങനെ എവിടുന്നേലും കിട്ടുമോ? നമ്മൾ ഒരു പിന്നെ ജഡ്ജിനെ ഒരു പോലീസുകാരനോ വേറൊരാളോ സല്യൂട്ട് കൊടുത്ത് ജഡ്ജി തിരിച്ചിങ്ങോട്ട് സല്യൂട്ട് കൊടുക്കണ എങ്ങനെ ഉണ്ടാവും? ഉണ്ടാവില്ലല്ലോ. ഇനി പോലീസുകാർ സല്യൂട്ട് കൊടുക്കുന്ന സമയത്ത് കീഴുദ്യോഗസ്ഥർ സല്യൂട്ട് കൊടുക്കുന്ന സമയത്ത് മേലുദ്യോഗസ്ഥരെ സല്യൂട്ട് സ്വീകരിക്കുകയാണ് ചെയ്യുക. അതുപോലെ എന്ത് ചെയ്യും? കൈ ജസ്റ്റ് ഇങ്ങനെ ഉയർത്തിയിട്ട് എന്ത് ചെയ്യും? അങ്ങനെ എന്ത് ചെയ്യും? സല്യൂട്ട് സ്വീകരിക്കുകയാണ് ചെയ്യുക. ഗാർഡ് ഓഫ് ഓണർ ഒക്കെ കണ്ടിട്ടില്ലേ? പ്രധാനമന്ത്രിയൊക്കെ പുറത്ത് ഇത് കെട്ടിയ പുറം വെളിവാക്കിയിട്ടുള്ള വണ്ടിയിലൂടെ ഗാർഡ് ഓഫ് ഓണർ സ്വീകരിച്ച് പോകുന്ന സമയത്ത് എന്താ ഉണ്ടാവില്ല? അതുപോലെ കണ്ടുപോയല്ലോ ചെയ്യുക. അതേപോലെ പോലും കൈ കൊടുത്ത് റിപ്ലൈ കൊടുക്കൂലല്ലോ. പക്ഷെ അള്ളാഹ് നോക്കൂ, യാ റബ്ബി ദിക്ർ ചൊല്ലുമ്പോൾ അള്ളാഹ് അങ്ങോട്ട് എന്ത് ചെയ്യുക? അള്ളാഹ് ഓർക്കുകയാണ്. അപ്പൊ അതന്നെ നമുക്കുള്ള റിപ്ലൈ അള്ളാഹു അതേപോലത്തിൽ റിപ്ലൈ തന്നു എന്നുള്ള തന്നെ വലിയ റിപ്ലൈ ആണ്. ഇനി അടുത്ത എന്താ പറയണേ? പിന്നെ ഇനി സംഘത്തിൽ വെച്ച് തന്നെ ഓർത്ത് കഴിഞ്ഞാൽ, അതായത് കൂട്ടത്തിൽ ഇരുന്ന് ഒരാൾ എന്തായി കഴിഞ്ഞാൽ, കൂട്ടത്തിൽ ഇരുന്ന് ഒരാൾ ഇബാദത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ, അള്ളാഹുവിൻ്റെ ദിക്ർ ചൊല്ലിക്കഴിഞ്ഞാൽ ഞാൻ അവനെ അതിനെക്കാട്ടിലും ബെസ്റ്റുള്ള ഒരു സംഘത്തിൽ വെച്ചിട്ട് സ്മരിക്കുന്നു. അപ്പം നമ്മൾ ഒരു പള്ളിയിലിരുന്ന് നമ്മൾ പ്രവർത്തകരൊക്കെ കൂടിക്കൊണ്ട് ഒരു മഹ്ലറത്തുൽ ബദരിയ സ്ഥാപനത്തിലെ മുത്തല്ലിമീങ്ങളൊക്കെ കൂടിയിട്ട് ഒരു ദിക്റിൻ്റെ സദസ്സ് ചൊല്ലുന്ന സമയത്ത് അതിൻ്റെ റിസൾട്ട് എന്താണ് നമുക്ക് കിട്ടുക? അത് ഇത്രയപ്പം നമുക്ക് അള്ളാഹ് അങ്ങോട്ട് കൊടുക്കാൻ പറ്റുക ഒരു രീതിയല്ല കൊടുക്കാൻ പറ്റുള്ളൂ. പക്ഷെ അള്ളാഹ് എന്താ ചെയ്യണേ? മലക്കുകളെ കൂട്ടത്തിൽ വെച്ചിട്ട് ഇങ്ങോട്ട് എന്ത് ചെയ്യണേ? നമുക്ക് ദിക്ർ ചൊല്ലിത്തരാ. മലക്കുകളെ കൂട്ടത്തിൽ വെച്ചിട്ട് അള്ളാഹു എന്ത് ചെയ്യാണ്? നമുക്ക് ദിക്ർ ചൊല്ലിത്തരാ ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ വജസിം ബി തസ്കീനിൻ വഗൈറു മാ ദുകിർ യനൂബു നഹു ജാ അഖൂബാനി നമീർ. ഇൻഷാ അല്ലാഹ് നമുക്ക്